ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ കർണാടകയിൽ പോവാണ്. കർണാടകയിലെ മൂകാംബിക ടെമ്പിളിൽ പോവാണ്. സോ ഇവിടെ നിന്ന് അത്യാവശ്യം 12 hours ഒരു ഡ്രൈവ് ഉണ്ട്. നമ്മൾ കാറിനാണ് പോകുന്നത്, മഹീന്ദ്ര XUV 700. സോ നമ്മളിന്ന് അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങൾ അതൊക്കെ ആയിരിക്കും. എൻ്റെ അവിടെ ചെന്നിട്ടുള്ള ഇതൊക്കെ ആയിട്ട് എപ്പിസോഡൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും പറയുന്ന കാര്യങ്ങളല്ലേ. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് ആൻഡ് നമ്മൾ പോകാൻ പോവാണ്. ഇപ്പോൾ 6:42 ആയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് വരെ പോവാം. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് iPhone 15 ഇപ്പോൾ അത്യാവശ്യം കോപ്പറോനെയും കാട്ടി കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള വിഷ്വൽസ് എനിക്ക് തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് ഗോ. നമ്മുടെ ബാങ്കോക്ക് ഡേയ്സ് വരെ ആയിരിക്കില്ല, ഈ സീരീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആര്യാസിൽ എത്തിയിട്ടുണ്ട്. സോ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ട്രൈപോഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഡിജിടെക്കിൻ്റെ ട്രൈപോഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇവിടെ നല്ല സുഖമായിട്ട് ഇങ്ങനെ ബാക്കിലിരിക്കാൻ. ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിൽ, അതുകൊണ്ട് ഓക്കെയാണ്. ആൻഡ് 6 പേരുള്ള. ഓക്കെ, സോ യെസ്. സോ ഇവിടെ ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ആ പനോരമിക് സൺറൂഫ് ഉണ്ട്. അത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെ ഉറങ്ങിയൊന്നുമില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര മഴയാണ് ഗൈസ്, നല്ല കിടിലം മഴ. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം, കിടിലം മഴയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഭയങ്കര മഴയാണ് ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് കർണാടകയിലേക്ക് ഓൾമോസ്റ്റ് ഒരു 12 hours അടുത്ത് ഓൾമോസ്റ്റ് ഉണ്ട് പോകാനുണ്ട്. അപ്പോൾ അറൗണ്ട് 500 kilometer എന്നുണ്ട്. കറക്റ്റ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഇടാം. ഓക്കെ, അപ്പം ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ റൂമിലെത്തും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് നോക്കാം. മഴയുടെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഉറങ്ങാൻ ചാൻസ് ഇല്ല, കാര്യം ഭയങ്കര ഒച്ച വരുന്നുണ്ട് മഴയുടെ. അത്രയും നല്ല മഴയാട്ടോ. ആൻഡ് പിന്നെ ഈ സൺറൂഫ്, പനോരമിക് സൺറൂഫൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ.
ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ റിലയൻസിൻ്റെ പെട്രോൾ പമ്പിൽ പുതിയൊരു പമ്പിൽ എത്തിയിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ. സോ ഞാൻ ഇറങ്ങിയതാണ്, കുറേ നേരം ബാക്കിലിരുന്നല്ല, അതുകൊണ്ട് ഇറങ്ങിയതാണ്. സോ ഞാൻ പമ്പ് കാണിച്ചു, അടിപൊളി പമ്പ്. ഇതിൻ്റെ കിടക്കുന്നു XUV700 ഫോക്കസ് മാറി. ഓക്കെ, ഇതാണ്. ആൻഡ് ഞാൻ ബാക്കിലായിട്ടിരിക്കുന്നത്. ഇവിടെ ഫുൾ കാർപ്പറ്റൊക്കെയാണ് ബാക്കിൽ. ഇതാണ് അവസ്ഥ. ഞാൻ സീറ്റ് ഇപ്പം അങ്ങനെ ഇട്ടേക്കോട്ടെ ഇറങ്ങാനും കയറാനും. ആൻഡ് ഫ്രണ്ടിൽ കാണിച്ച് തറാം. ഫ്രണ്ടിൽ ഇതാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഓക്കെ, സോ കയറി കാറിൽ നമുക്ക് തിരിച്ച് ഇത് ഇടാം. സോ ഈ ഒരു ഹുക്കി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. പക്ഷെ ലേശം ശക്തി വേണം അത് വലിക്കാൻ. അതിനെക്കാട്ടില്ല ഈ സീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? ഇതിനെ നമുക്ക് ബാക്കിലേക്ക് ആക്കിയ ഈ സീറ്റ് മൂവബിൾ ആണ്. ബട്ട് യാ, സോ അവർ കാണിക്കുന്നത് അറൗണ്ട് 12 minutes ബ്ലോക്കാണ് കാണിക്കുന്നത്. റെഡ് കളർ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായാലും നല്ല സമയം എടുക്കും. സോ ഹോട്ടലിൽ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഒരു ഗോൾഡൻ അങ്ങനെ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. സോ അവിടെ പോയിരിക്കും ഭക്ഷണം കഴിക്കും. നോക്കിയപ്പോൾ ഇത് കണ്ടില്ലേ, ബാക്കിലൊക്കെ ഫുള്ള് ആൾക്കാരാട്ടോ. ഞാൻ എപ്പോഴും ബാക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഏറ്റവും ബാക്കിൽ. സോ ഞാനിപ്പോൾ ടാബൊക്കെ എടുത്ത് മാറ്റി ഉറക്കമൊക്കെ കഴിഞ്ഞു. ആൻഡ് ഇടയ്ക്ക് നമ്മൾ പമ്പിലൊന്ന് ഇറങ്ങിയായിരുന്നു ആൻഡ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കയറി വണ്ടി കയറി. നല്ല ബ്ലോക്ക് ഉണ്ട്. ഇവിടുത്തെ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് നല്ല പണിയാണ് ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഡീവിയേറ്റ് ചെയ്തിട്ട് ഒരു വേറെ വഴിയൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ട് ഹൈവേയിലേക്ക് തിരിച്ച് കയറിയതൊക്കെ. സോ എന്തെങ്കിലും നോക്കാം, എന്തായാലും നല്ല സമയം എടുക്കും. പക്ഷേ എന്താ പറയുക, ലഞ്ച് കഴിച്ചിട്ടില്ല. ഗൈസ്, ഹൈലൈറ്റ് മോൾ നമ്മൾ എത്തിയിരിക്കുന്നു സക്സസ്ഫുള്ളി. നമ്മളിവിടെ കയറുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നല്ലോ കേട്ടോ. അതല്ലേ ഹൈലൈറ്റ് മോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോഴാണ് ഒരു 3:40 ഒക്കെ ആയപ്പോഴാണ് ലഞ്ച് കഴിച്ചത്. ലഞ്ച് ഓക്കെ, അപ്പോൾ നമ്മൾ കഴിച്ച ഗോൾഡൻ കൗച്ച് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അതെ, ആ കാണുന്ന ഒരു വൈറ്റ് ഹോട്ടലാണ്. നമ്മൾ അവിടെയാണ് ലഞ്ച് കഴിച്ചത്. ഒരു മീലായിരുന്നു, അത്യാവശ്യം നല്ലൊരു മീലായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ഒരു രസമുള്ളൊരു മീലായിരുന്നു. ആൻഡ് വേറെ എന്താ, അപ്പോൾ ഇനി നമ്മൾ കർണാടകയിലേക്ക് ആണ്. നന്നായിട്ട് വന്നിട്ട് കഴിച്ചു. ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 6:24 ആയിട്ടുണ്ട് കേട്ടോ, വൈകുന്നേരം. സോ ഇപ്പോഴാണ് ഞാൻ നന്നായിട്ട് ഉറങ്ങി. 2-3 മണിക്കൂർ കാറി കിടന്ന് ഉറങ്ങി. കുറച്ച് നേരം യൂട്യൂബൊക്കെ കണ്ടു. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മൾ MRIയിൽ വന്നേക്കാം കേട്ടോ. MRIയിൽ വന്നേക്കാണ്. നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ വന്നേക്കാണ്. ഐസ്ക്രീം എനിക്കൊരു സ്ട്രോബെറി, ഒരു സ്ട്രോബെറി. ഓക്കെ, അപ്പോൾ നമ്മൾ അമ്മയും അച്ഛനും ചേട്ടനൊക്കെ അവിടെ ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഞാൻ ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ MRI ബേക്കറിയിൽ, എന്നുവെച്ചാൽ നമ്മുടെ MRIയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആട്ടോ നിൽക്കുന്നത്. ഓക്കെ, സോ ഇനിയുണ്ട് കുറച്ച് ദൂരം. സോ എന്തായാലും നമുക്ക് പോയിട്ടാണ് ഗൈസ്. സോ യാ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി. ഇന്ന് രാവിലെ ആട്ടോ, ഇന്നലെ രാത്രി നമ്മളൊരു 1:30 ആയപ്പോൾ എത്തിയതാണ്. ഇപ്പോൾ രാവിലെ വെളിച്ചമൊക്കെ വന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. സോ ഇന്നലെ നമ്മളൊരു 1:30 ആയിട്ട് വന്നു. ഒരു കാട്ടിക്കൂടെയൊക്കെയാണ് വന്ന്. നല്ല രസമുണ്ടായിരുന്നു. സോ എന്തായാലും ഡിസ്കസ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ കുളിക്കണം, എന്നിട്ട് പോകണം. സോ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.